മക്കളെ, ഒരു മോളിക്കുലർ ഫോമിലുള്ള കോമ്പൗണ്ട് ഒന്നിൽ കൂടുതൽ ഐസോമേഴ്സ് കാണിക്കാം. ഇപ്പൊ C4H10O എന്നുള്ള മോളിക്കുലർ ഫോമിലുള്ള കോമ്പൗണ്ട് അത് ഫങ്ഷണൽ ഐസോമറിസം കാണിക്കാം, റിംഗ് ചെയിൻ ഐസോമറിസം കാണിക്കാം, അല്ലെങ്കിൽ ചെയിൻ ഐസോമറിസം കാണിക്കാം, പൊസിഷൻ ഐസോമറിസം കാണിക്കാം. അപ്പൊ ഇത്രയും ഐസോമറിസം ഒരുമിച്ച് കാണിക്കുന്ന കോമ്പൗണ്ട് ആണ് C4H10O. അപ്പൊ നമ്മളിങ്ങനെ ഈ കോമ്പൗണ്ട് ഏത് ഐസോമറിസമാണ് കാണിക്കുക എന്ന് ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ എങ്ങനെ ആൻസർ ചെയ്തുക? RTFMCP എന്ന് ഓർമ്മിച്ചാൽ മതി. R എന്ന് പറഞ്ഞാൽ റിംഗ് ചെയിൻ ഐസോമർ ആണ്, T എന്ന് പറഞ്ഞാൽ ടോട്ടോമർ ആണ്, F എന്ന് പറഞ്ഞാൽ ഫങ്ഷണൽ ഐസോമർ ആണ്, M എന്ന് പറഞ്ഞാൽ മെറ്റാമർ ആണ്, C എന്ന് പറഞ്ഞാൽ ചെയിൻ ഐസോമർ ആണ്, P എന്ന് പറഞ്ഞാൽ പൊസിഷൻ ഐസോമർ ആണ്. അപ്പൊ ഇതിൽ C4H10O എന്നുള്ള മോളിക്കുലർ ഫോമിലുള്ള കോമ്പൗണ്ട് ഫങ്ഷണൽ ഐസോമറിസം കാണിക്കും, മെറ്റാമറിസം കാണിക്കും, ചെയിൻ ഐസോമറിസം കാണിക്കും, പൊസിഷൻ ഐസോമറിസം കാണിക്കും. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരിക ഫങ്ഷണൽ ഐസോമർ അല്ലേ? സോ മുകളിൽ വരുന്ന ഫങ്ഷൻ അല്ലേ? സോ അതിന്റെ ആൻസർ ഫങ്ഷണൽ ഐസോമർ ആയിരിക്കും. അതായത് ഒരു മോളിക്കുലർ ഫോമിലുള്ള കോമ്പൗണ്ടുകൾ ഒന്നിൽ കൂടുതൽ ഐസോമറിസം കാണിക്കുകയാണെങ്കിൽ അതിന്റെ പ്രയോറിറ്റി ബേസ് അറിയാൻ RTFMCP എന്ന് ഓർമ്മിക്കുക. ഓക്കെ അല്ലേ?